കേരളം എൻകൗണ്ടർ ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ് മദ്യപാനം. സർവേകളിലൊക്കെ ഏറ്റവും കൂടുതൽ ആൽക്കഹോളിസം ഉള്ളത് കേരളത്തിലാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ തമാശ രൂപേണയെങ്കിലും കേരളത്തിൻ്റെ പേരിഞ്ഞ് മധ്യപ്രദേശിന് വെക്കണം എന്ന് പറയുന്നുണ്ട്. എത്രത്തോളം നമ്മുടെ ആൾക്കാരെ ഇത് ബാധിക്കുന്നുണ്ട്, ഈ ആൽക്കഹോളിസം എന്ന പ്രോബ്ലം? മദ്യപാനം കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും ഒരു ആരോഗ്യ പ്രശ്നം തന്നെയാണ്. ആരോഗ്യം പ്രശ്നം മാത്രമല്ല, ഒരു സോഷ്യൽ ഇഷ്യൂവും കൂടിയാണ്. കേരളത്തിൽ റീസെൻ്റായിട്ട് മദ്യപാനം കൂടി വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പ്രത്യേകിച്ചും ഫെസ്റ്റിവൽ സീസണുകളിൽ കൂടുതലായിട്ട് മദ്യ ഉപഭോഗം കൂടുതലാണ്. അതൊരു സോഷ്യൽ ഈവിളാണ്. അത് നമ്മുടെ സമൂഹത്തിൽ തന്നെ വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ വിശ്വസിക്കും. ഞാൻ ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കാം. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ മദ്യം അത് ഒരു സോഷ്യൽ ഡ്രിങ്ക് ആവട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള ഡ്രിങ്ക് ആവട്ടെ, അത് ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും ബാധിക്കുന്ന ഒരു പോയിസൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതിപ്പം ലിവറിനെ തന്നെ ബാധിക്കണമെന്നില്ല, തലച്ചോറിനെ ബാധിക്കാം, ശരീരത്തിലെ പേശികളെ ബാധിക്കാം, ശരീരത്തിൻ്റെ ഏത് കോശങ്ങളെയും വൃക്കകളെ ബാധിക്കാം, പാൻക്രിയാസിനെ ബാധിക്കാം. അങ്ങനെ ഏത് കോശങ്ങളെയും ബാധിക്കുന്ന ഒരു പോയിസണാണ് ആൾക്കഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആൾക്കഹോൾ അത് കൂടുതൽ അമിതമായിട്ട് കഴിക്കുന്നവർക്ക് ഒരുപക്ഷെ ലിവർ പ്രയാസങ്ങളുണ്ടാക്കാം, ചിലവർക്ക് പാൻക്രിയാസിന് പ്രയാസങ്ങളുണ്ടാക്കാം. പാൻക്രിയാസിനുണ്ടാകുന്ന പ്രയാസങ്ങൾ ശരിക്കും ക്വാണ്ടിറ്റി ആയിട്ട് ബന്ധപ്പെട്ടല്ല ശരിക്കും ഉണ്ടാകുന്നത്. ചിലർക്ക് ഈ ഡിസീസസ് പ്രോൺ ആയിരിക്കും, ജനറ്റിക്കലായിട്ടോ അല്ലാതെയോ പ്രോൺ ആയിരിക്കുന്നവർക്ക് ആൾക്കാരുടെ ഒരു അംശം ചെന്നാൽ പോലും ചിലവർക്ക് ഏറ്റവും അധികം എഫക്റ്റ് ചെയ്യപ്പെടുന്ന ഓർഗൻ ലിവർ തന്നെയല്ലേ? പക്ഷേ കൂടുതൽ നമ്മൾ ആരോഗ്യ പ്രശ്നമായിട്ട് സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ളൊരു പ്രശ്നം ലിവറിൻ്റെതാണ്. അപ്പം മദ്യപാനം കൊണ്ട് ലിവർ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ലിവറാണോ ഏറ്റവും കൂടുതലെന്ന് ചോദിച്ചാലും അതുമല്ല. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മുടെ ആരോഗ്യ പ്രശ്നം, ജനങ്ങൾക്ക് ബാധിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ലിവറിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ലിവറിനുണ്ടാകുന്നതിനായിട്ടെന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ലിവറിൻ്റെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മദ്യം കൊണ്ടാണെന്ന് വീക്ഷിക്കേണ്ട കാര്യമല്ല. ഈ സാധാരണ കഴിക്കുന്ന പാരസെറ്റമോൾ ഉൾപ്പെടെ, വൈറ്റമിൻസ് ഉൾപ്പെടെ, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലുള്ള ചില പോയിസൺസ് ഉൾപ്പെടെ, അങ്ങനെ പലതും ലിവറിനെ ബാധിക്കുന്ന, ലിവറിൻ്റെ അസുഖങ്ങളെ ബാധിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. പക്ഷേ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മദ്യം തന്നെയാണ്. ആൽക്കഹോൾ യൂസ് ചെയ്യാത്തവർക്കും ലിവറിലെ പ്രോബ്ലം ഉണ്ടാവല്ലോ. നമ്മുടെ പൊതുവേ കേരളത്തിൽ സ്ത്രീകൾ അങ്ങനെ മദ്യം ഉപയോഗിക്കുന്നവരല്ല. പക്ഷേ സ്ത്രീകളിലും ലിവറിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, സിറോസിസ് തന്നെ ഉണ്ടാകാറുണ്ട്. ചിലവർക്ക് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്ന, ശരീരത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആൻറ്റിബോഡീസ് ഉണ്ടാകാറുണ്ട്. ആട്ടോമിൻ രോഗങ്ങൾ, അല്ലെങ്കിൽ ആട്ടോമിൻ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന രോഗങ്ങൾ. അത് ശരീരത്തിൽ തന്നെ നമ്മളൊന്നും കഴിക്കാതെ തന്നെ, മറ്റ് പ്രയാസങ്ങളുള്ള പദാർത്ഥങ്ങളൊന്നും കഴിക്കാതെ തന്നെ ശരീരത്തിൽ തന്നെ ശരീരത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഘടകങ്ങളുണ്ടാവുകയും അത് ലിവറിനെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ചില കീമോതെറാപ്പറ്റിക് ഏജൻസ് ആയിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കഴിക്കുന്ന, ചിലപ്പം ഒരു പനിക്ക് കഴിക്കുന്ന മരുന്ന് പോലും ലിവറിനെ ബാധിക്കാവുന്നതാണ്. അപ്പോൾ ആ ലിവറിനെ ബാധിക്കുന്നത് ഇത് മാത്രമാണ്, മദ്യം മാത്രമാണെന്നുള്ളത് ധാരണയും തെറ്റാണ്. പക്ഷേ പലപ്പോഴും ലിവർ സിറോസിസ് എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പം അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആൽക്കഹോൾ യൂസേജ് തന്നെയാണല്ലോ. അത് കൂടുതൽ അങ്ങനെ ഉണ്ടായതുകൊണ്ട് പറയുന്നതാണ്. ഇപ്പോൾ തന്നെ ഒരു ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് സി. ഹെപ്പറ്റൈറ്റിസ് സി എന്ന് പറഞ്ഞാൽ വൈറസ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സാർവത്രികമായിട്ട് കണ്ടുവരുന്ന ഒരു രോഗമാണ്. ആ രോഗം മൂർച്ഛിച്ച് കുറേ കാലം നിലനിന്നതിന് ശേഷം അതും സിറോസിസ് ആയിട്ട് മാറാം. ഹെപ്പറ്റൈറ്റിസ് സി അതുപോലെ, അതും സി വൈറസ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. അതുപോലെ കുറേ അധികം കാലം നിലനിന്നിട്ട് അത് സിറോസിസ് ആയിട്ട് മാറുകയും ചിലപ്പോൾ ക്യാൻസറായിട്ട് മാറുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ആൾക്കാൾ മാത്രമല്ല, ആൾക്കാൾ ഒരു ഘടകമാണ്. പക്ഷെ അത് നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന ഒരു ദാരുണമായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത് വേണം പറയാം.